ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിനുള്ള പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. 5ാം ഘട്ടത്തിനുള്ള പരസ്യ പ്രചാരണം നാളെ സമാപിക്കും. ആലപ്പുഴയിലും പത്തനംതിട്ടയിലും പക്ഷിപ്പനി സ്ഥിരീകരിച്ച മേഖലകളിൽ വളർത്തുപക്ഷികളെ നാളെ കൂട്ടത്തോടെ കൊന്ന് കുഴിച്ചുമൂടും. 4 വർഷമുള്ള ബിരുദ കോഴ്സ് പ്രവേശന നടപടിക്ക് കേരള സർവകലാശാലയിൽ തുടക്കമായി. കുടുംബശ്രീക്ക് ഇന്ന് 26ാം പിറന്നാൾ. വനിതകളുടെ കലാ സാഹിത്യ വാസനകൾ പരിപോഷിപ്പിക്കാൻ എന്നിടം പദ്ധതിക്ക് ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് വേനൽ മഴ കനക്കും. 6 ജില്ലയിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിനുള്ള നാമനിർദ്ദേശ പത്രിക ഇന്ന് കൂടി പിൻവലിക്കാം. 8 സംസ്ഥാനങ്ങളിലെ 57 സീറ്റുകളിലേക്കാണ് 7ാം ഘട്ടമായി അടുത്ത മാസം 1-ന് വോട്ടെടുപ്പ് നടക്കുന്നത്. 5ാം ഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യ പ്രചാരണം നാളെ സമാപിക്കും. ഈ മാസം 20-നാണ് 5ാം ഘട്ട വോട്ടെടുപ്പ്. 6ാം ഘട്ട വോട്ടെടുപ്പ് ഈ മാസം 25-ന് നടക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ 4 ഘട്ടങ്ങളിലായി ആകെ 66.95% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. 45.1 കോടിയിലധികം പേരാണ് ഇതുവരെ സമ്മതിദാന അവകാശം വിനിയോഗിച്ചത്. ശേഷിക്കുന്ന 3 ഘട്ടത്തിലും വോട്ടവകാശം ഫലപ്രദമായി വിനിയോഗിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഭ്യർത്ഥിച്ചു. അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുട്ടിയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. നേരിയ പുരോഗതിയുണ്ടെങ്കിലും കുട്ടി ഇപ്പോഴും തീവ്ര പരിചരണ വിഭാഗത്തിലാണ്. ആശുപത്രിയിൽ നിരീക്ഷണത്തിലുള്ള മറ്റു കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് അധികൃതർ പറഞ്ഞു. രോഗം റിപ്പോർട്ട് ചെയ്ത പ്രദേശത്ത് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. മലപ്പുറം മൂന്നിയൂർ പഞ്ചായത്തിലെ 5 വയസ്സുള്ള കുട്ടിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഈ മാസം 1-ാം തീയതി ഈ കുട്ടി ബന്ധുക്കളോടൊപ്പം വീടിന് സമീപത്തെ പുഴയിൽ കുളിച്ചിരുന്നു. 12-ാം തീയതി രോഗിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച് വിദഗ്ധ ചികിത്സ നൽകി വരുന്നു. ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച തലവടി, തഴക്കര, ചമ്പക്കുളം പഞ്ചായത്തുകളിൽ നാളെ കള്ളിംഗ് നടത്തും. പ്രഭവ കേന്ദ്രത്തിന്റെ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള 12,678 വളർത്തുപക്ഷികളെ കൊന്നൊടുക്കുവാനാണ് തീരുമാനം. പ്രതിരോധ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാൻ ഉന്നതതല യോഗം ചേരുന്നുണ്ട്. പത്തനംതിട്ട തിരുവല്ല നിരണം പഞ്ചായത്തിലെ 11-ാം വാർഡിൽ ഇന്നലെ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനുള്ള ശ്രമത്തിലാണ് വിവിധ വകുപ്പുകൾ. 10,000-ഓളം താറാവുകൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. നാളെ മുതൽ രോഗബാധ സ്ഥിരീകരിച്ച പ്രദേശം ഉൾപ്പെട്ട 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള വളർത്തുപക്ഷികളുടെ കൃത്യമായ എണ്ണം എടുത്ത ശേഷം കൊന്ന് കുഴിച്ചുമൂടും. 6-ാം വാർഡിലുള്ള മൃഗസംരക്ഷണ വകുപ്പിന്റെ ഡക്ക് ഫാമിൽ കഴിഞ്ഞയാഴ്ച പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരുന്നു. ഫാമിലെ 4,200 താറാവുകളെ 2 ദിവസങ്ങളായി കൊന്നൊടുക്കി. 4 വർഷമുള്ള ബിരുദ കോഴ്സിനുള്ള പ്രവേശന നടപടികൾക്ക് കേരള സർവകലാശാലയിൽ തുടക്കമായി. അടുത്ത മാസം 7 വരെ അപേക്ഷ നൽകാം. ഇതിനായി ഓൺലൈൻ ഏകജാലക സംവിധാനം ആരംഭിച്ചു. വിവിധ കോളേജുകളിലെ കോഴ്സുകളിലേക്കാണ് അപേക്ഷിക്കേണ്ടത്. വിദ്യാർത്ഥികൾക്ക് 20 ഓപ്ഷൻ വരെ നൽകാം. അടുത്ത മാസം 15-ന് റാങ്ക് പട്ടിക പുറത്തിറക്കും. 22 മുതൽ പ്രവേശനം ആരംഭിക്കും. ജൂലൈ 1-ന് ക്ലാസ് ആരംഭിക്കും. +1 പ്രവേശനത്തിന് ആദ്യ ദിവസമായ ഇന്നലെ സംസ്ഥാനത്തെമ്പാടുമായി അപേക്ഷിച്ചത് 92,561 വിദ്യാർത്ഥികൾ. മലപ്പുറത്ത് നിന്നാണ് ആദ്യ ദിവസം കൂടുതൽ അപേക്ഷകർ, 16,037 പേർ. രാജ്യാന്തര തുറമുഖത്ത് ക്രെയിനുകളുമായി 3ാമത്തെ കപ്പൽ ഷെൻഹുവ 34 ഇന്നലെ ബെർത്തിലെടുത്തു. കഴിഞ്ഞ ദിവസം പുറംകടലിലെത്തിയ കപ്പൽ ടഗുകളുടെ അകമ്പടിയോടെയാണ് ബെർത്തിലേക്ക് എത്തിയത്. 4 ക്രെയിനുകൾ കൂടി എത്തിയതോടെ തുറമുഖത്ത് ആകെ എത്തിച്ച ക്രെയിനുകളുടെ എണ്ണം 31ആയി. ക്രെയിനുകൾ ഇറക്കുന്ന ജോലികൾ തുടങ്ങി. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ മലയാളി വിദ്യാർത്ഥികൾക്ക് UG, PG പ്രവേശനത്തിന് സീറ്റുകൾ അനുവദിക്കാൻ കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം തീരുമാനിച്ചു. വൈസ് ചാൻസലർ സീനിയർ പ്രൊഫസർ ബിജോയ് നന്ദന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലെ മറ്റു തീരുമാനങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന വിദ്യാർത്ഥികൾക്കായി ബിരുദാനന്തര ബിരുദ പ്രവേശനത്തിന് 10% സീറ്റുകൾ വർദ്ധിപ്പിക്കാനും സിൻഡിക്കേറ്റ് യോഗം തീരുമാനിച്ചു. മൂല്യനിർണ്ണയ ക്യാമ്പുകളിൽ 70%-ൽ കുറഞ്ഞ അധ്യാപകർ മാത്രം പങ്കെടുത്ത കോളേജുകളിലെ പ്രിൻസിപ്പൽമാരിൽ നിന്നും വിശദീകരണം തേടാനും യോഗത്തിൽ തീരുമാനമായി. ചൊക്ലി ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് കൊടിയേരി ബാലകൃഷ്ണൻ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ് എന്ന് പുനർനാമകരണം ചെയ്യണമെന്ന ഗവൺമെന്റ് നിർദ്ദേശത്തിനും യോഗം അംഗീകാരം നൽകി. കണ്ണൂർ സർവകലാശാല പഠന വകുപ്പുകളിലെ വിദ്യാർത്ഥികൾക്ക് NSS ഗ്രേസ് മാർക്കും സർട്ടിഫിക്കറ്റും നൽകാമെന്ന പരീക്ഷാ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെയും വിദ്യാർത്ഥി ക്ഷേമ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെയും സംയുക്ത തീരുമാനത്തിനും അംഗീകാരം നൽകിയിട്ടുണ്ട്.
കോഴിക്കോട് പന്തീരങ്കാവിൽ ഭർതൃവീട്ടിൽ വെച്ച് നവവധുവിന് ക്രൂരമർദ്ദനമേറ്റ സംഭവത്തിൽ അന്വേഷണം നേരിടുന്ന ഭർത്താവ് രാഹുൽ വിദേശത്തേക്ക് കടന്നു എന്ന പരിശോധനയുടെ ഭാഗമായി ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാൻ പോലീസ് നടപടികൾ തുടങ്ങി. കേസിൽ രാഹുലിന്റെ കുടുംബാംഗങ്ങളുടെ മൊഴിയെടുക്കും. പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കേരളത്തിൽ സ്ത്രീ ശാക്തീകരണവും ദാരിദ്ര്യ നിർമ്മാർജ്ജനവും ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന കുടുംബശ്രീക്ക് ഇന്ന് 26ാം പിറന്നാൾ. 1998 മെയ് 17 മലപ്പുറത്ത് തുടക്കമിട്ട കുടുംബശ്രീ ഇത്തവണ പിറന്നാൾ ദിനത്തിൽ എന്നിടം പദ്ധതിക്ക് തുടക്കമിടും. കുടുംബശ്രീയുടെ ഓരോ ADSലുമാണ് കുടുംബശ്രീ അംഗങ്ങളുടെ കലാ, സാംസ്കാരിക, സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കായി എന്നിടം ഒരുങ്ങുന്നത്. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജാഫർ മാലിക് തിരുവനന്തപുരം ജില്ലയിലെ ആര്യങ്കോട് പഞ്ചായത്തിലെ കരിക്കോട്ടുകുഴി ADSൽ നിർവഹിക്കും. പരിപാടിയോടനുബന്ധിച്ച് സംസ്ഥാനതലത്തിൽ ADSകളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിലാണ് മുന്നറിയിപ്പ്. പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഞായറാഴ്ചയും 7 ജില്ലകളിൽ തിങ്കളാഴ്ചയും ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. അതേസമയം തെക്കൻ കേരള തീരത്തും ലക്ഷദ്വീപ് പ്രദേശത്തും നാളെ മുതൽ തിങ്കളാഴ്ച വരെ മണിക്കൂറിൽ 40 മുതൽ 55 കിലോമീറ്റർ വരെ വേഗത്തിലുള്ള ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. അതിനാൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും നിർദ്ദേശമുണ്ട്. കരിപ്പൂർ ഹജ്ജ് ഹൌസിൽ സംസ്ഥാന ഹജ്ജ് ക്യാമ്പിനോടനുബന്ധിച്ചുള്ള ഹജ്ജ് സെൽ പ്രവർത്തനം തുടങ്ങി. കോഴിക്കോട് ക്രൈംബ്രാഞ്ച് SP KK മൊയ്തീൻകുട്ടിയുടെ നേതൃത്വത്തിൽ 47 പേരാണ് സെല്ലിലുള്ളത്. സ്പെഷ്യൽ ഓഫീസർ U അബ്ദുൽ കരീം സെൽ പ്രവർത്തനം നിയന്ത്രിക്കും. ഗുണ്ടകൾക്കും സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കുമെതിരായി പോലീസ് ആരംഭിച്ച ഓപ്പറേഷൻ ആഗിൽ 53 പേർ കരുതൽ തടങ്കലിൽ. 5 പേർക്കെതിരെ കാപ്പ നിയമപ്രകാരം നടപടിയെടുത്തു. ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട 90 പേരെയും വാറന്റ് കേസിൽ പ്രതികളായ 153 പേരെയും അറസ്റ്റ് ചെയ്തു. രാത്രികാല പട്രോളിംഗ് ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കൺട്രോൾ റൂം പ്രവർത്തനം ശക്തമാക്കും. ഓപ്പറേഷൻ ആഗ് സ്പെഷ്യൽ ഡ്രൈവിൽ കണ്ണൂർ സിറ്റി പോലീസ് പരിധിയിൽ 134 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തതായി സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ അറിയിച്ചു. സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ നടക്കുന്ന ക്രമക്കേടുകൾ കണ്ടെത്താനായി വിജിലൻസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ പരിശോധന നടത്തി. ഹോട്ടലുകളിലും ഭക്ഷ്യോൽപാദന കേന്ദ്രങ്ങളിലും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നൽകുന്ന രജിസ്ട്രേഷനിലും ലൈസൻസിലും ക്രമക്കേടുകൾ നടക്കുന്നതായും ഹോട്ടലിലെ ജീവനക്കാർക്കുള്ള പരിശീലനത്തിൽ ക്രമക്കേട് നടക്കുന്നതുമായുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറേറ്റിലും സംസ്ഥാനത്തെ 14 ജില്ലാ ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർമാരുടെ ഓഫീസുകളിലും തിരഞ്ഞെടുത്ത 52 ഭക്ഷ്യസുരക്ഷാ സർക്കിൾ ഓഫീസുകളിലും ഉൾപ്പെടെ ആകെ 67 ഓഫീസുകളിലാണ് പരിശോധന. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയൻസിനെ നേടും. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ഇന്നലെ ഗുജറാത്ത് ടൈറ്റൻസും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിലുള്ള മത്സരം ശക്തമായ മഴയെ തുടർന്ന് ഉപേക്ഷിച്ചു. ഇതോടെ ഹൈദരാബാദ് IPL പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടി. സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 25 രൂപ കുറഞ്ഞ് 6760 രൂപയും പവന് 200 രൂപ കുറഞ്ഞ് 54,080 രൂപയുമാണ് ഇന്നത്തെ വില. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 265 പോയിന്റ് ഉയർന്ന് 73,928ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 53 പോയിന്റ് നേട്ടത്തിൽ 22,457ലും വ്യാപാരം പുരോഗമിക്കുന്നു. കേരള ആരോഗ്യ സർവകലാശാല സംസ്ഥാനതല ഇന്റർസോൺ അത്ലറ്റിക് മീറ്റ് ഈ മാസം 20 മുതൽ 22 വരെ കണ്ണൂരിൽ നടക്കും. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സിന്തറ്റിക് ട്രാക്കിൽ നടക്കുന്ന മീറ്റിൽ ആരോഗ്യ സർവകലാശാലയ്ക്ക് കീഴിലെ മെഡിക്കൽ, ദന്തൽ, ആയുർവേദ, ഹോമിയോ, നഴ്സിംഗ്, ഫാർമസി, പാരാമെഡിക്കൽ കോളേജുകളിൽ നിന്നും മറ്റനുബന്ധ കോഴ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 1000-ൽ പരം കായിക താരങ്ങൾ പങ്കെടുക്കും. രാവിലെ 6:30 മുതൽ 11 വരെയും ഉച്ചയ്ക്ക് ശേഷം 3 മണി മുതൽ 6:30 വരെയുമാണ് മത്സരം നടക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിനുള്ള പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. 5ാം ഘട്ടത്തിനുള്ള പരസ്യ പ്രചാരണം നാളെ സമാപിക്കും. ആലപ്പുഴയിലും പത്തനംതിട്ടയിലും പക്ഷിപ്പനി സ്ഥിരീകരിച്ച മേഖലകളിൽ വളർത്തുപക്ഷികളെ നാളെ കൂട്ടത്തോടെ കൊന്ന് കുഴിച്ചുമൂടും. 4 വർഷമുള്ള ബിരുദ കോഴ്സ് പ്രവേശന നടപടിക്ക് കേരള സർവകലാശാലയിൽ തുടക്കമായി. കുടുംബശ്രീക്ക് ഇന്ന് 26ാം പിറന്നാൾ. വനിതകളുടെ കലാ സാഹിത്യ വാസനകൾ പരിപോഷിപ്പിക്കാൻ എന്നിടം പദ്ധതിക്ക് ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് വേനൽ മഴ കനക്കും. 6 ജില്ലയിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.